ഹായ്. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഫുഡ് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പ്. ഞാൻ രാവിലെ ഒരു മസാല ദോശ ഉണ്ടാക്കി കഴിച്ചു, അത് കഴിഞ്ഞിട്ട് മാങ്ങ കഴിച്ചു. പിന്നെ മാങ്ങ കഴിച്ചിട്ടും അത്ര വിശപ്പൊന്നും കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാംഗോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാഗി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് പുട്ട് ഇരിപ്പുണ്ടായിരുന്നു, ഗോതമ്പ് പുട്ടുണ്ടാക്കി ഞാനും മക്കൾക്ക് കൊടുത്ത് ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ. ചോറ് എന്താ പറയണ്ടേ, എല്ലാ കറികളും ഒക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ചോറ് നല്ലപോലെ കഴിച്ചു. അത് കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ടും എന്താണെന്നറിയത്തില്ല, ചോറ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വല്ലാത്തൊരു വിശപ്പ് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗോതമ്പ് പുട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ഗോതമ്പ് പുട്ടായിരുന്നു. അപ്പോൾ ഗോതമ്പ് പുട്ട് ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കി. ആ ഗോതമ്പ് പുട്ട് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ മോള് വന്നിട്ട് വെച്ച് എനിക്ക് വെച്ചിട്ട് തരാമോ, ഞാൻ അവനിക്ക് വെച്ചിട്ട് കൊടുത്തു. അങ്ങനെ അവൻ കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കേട്ടോ. ഇത് ഉച്ചക്കത്തെ ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കറികളൊക്കെ എന്താ പറയണ്ടേ, പല രീതിയിലൊക്കെ വെച്ച് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ഗോതമ്പ് പുട്ട്. അങ്ങനെ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് വന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി ഒരു ഗ്ലാസ് ഹോർലിക്സും കൂടി അടിച്ചായിരുന്നു കേട്ടോ. പിന്നെ മോൾക്ക് പാത്രത്തിലോട്ട് ഇങ്ങനെ ഹോർലിക്സ് ഇട്ട് കൊടുത്തിട്ട് അവൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റിൽ പാവയ്ക്ക അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക അച്ചാറും കൂട്ടി ഞാൻ ഒരു പിടി ചോറ് തിന്നു.